സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ ഒരുപാട് കഥകളുണ്ട്. ഞാൻ കേട്ടൊരു കഥ പറയട്ടെ. തീർച്ചയായിട്ടും. പണ്ട്, ഒരുപാട് പണ്ട് അവിടെയുള്ള വലിയ ഒരു കൂട്ടം ജനങ്ങൾ വേണമെങ്കിൽ ആ സ്വിറ്റ്സർലൻഡിനെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഗ്രാമമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഗ്രാമങ്ങളായിട്ടോ വേണമെങ്കിൽ കാണാം. അപ്പോൾ അവിടെ അവർക്ക് ജീവിക്കാൻ, അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയം. ഓക്കെ. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനിൽ അവിടെ കുറേ പേര് കൂടി തപസ് ചെയ്യണം. തപസ് ചെയ്യുന്നത് എന്ത് തന്നെ ആയാലും ഒരു ശക്തിയെ പ്രീതിപ്പെടുത്താനാണല്ലോ, ദൈവത്തെ എന്ന് വിളിക്കാം. അങ്ങനെ ആ ഉഗ്രമായിട്ട് തപസ് ചെയ്യുകയാണ് കുറേ പേര്. അവസാനം ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് അവരുടെ മുന്നിൽ. വന്ന് അവരുടെ അടുത്ത് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് നിങ്ങൾ ഇത്രയും കഠിനമായിട്ട് തപസ് ചെയ്യുന്നത്? അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഒരുപാട് പേര് എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഒരു ഐഡിയ ഇല്ല. കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാനില്ല, ഞങ്ങൾക്ക് ജോലിയില്ല, ഞങ്ങളാകെ എന്താ പറയുക വഴിപൊട്ടി നിൽക്കുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞങ്ങളെ സഹായിക്കണം.